നമ്മുടെ വ്ലോഗ് ഭയങ്കര ക്ഷീണത്തിലുള്ളതായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഓരോ ഷോപ്പിങ്ങും കാര്യങ്ങളും ആകെ ക്ഷീണമായിട്ടിരിക്കും. അപ്പം ഞാൻ ഡെയിലി ഒരു വ്ലോഗ് ചെയ്തിട്ടാന്നുള്ള ഒരു കോൺഫിഡൻസിൽ എടുത്തിട്ടത് കേട്ടോ. സോറി. ഇന്ന് നമുക്ക് എന്തായാലും ഓണമല്ലേ പറയാൻ പോണേ. നമുക്ക് ഓണത്തിനായിട്ടൊരു പാലട ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവൂല. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെയല്ലോ അവിടെ പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ നല്ലോണം നല്ല പാടുമുണ്ട്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ വെറുതെ ഒരു സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ അടയിട്ട് തിളപ്പിച്ച് വെള്ള കളറിൽ ഇരുന്ന പാലട ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പാലടയല്ല, അല്ലാണ്ടാവും അത് വേറെന്തോ പായസം. അപ്പോൾ ഞാനിന്ന് പാലട പായസമൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വലിയ കാര്യത്തിന് കടയിൽ പോയതാണ്. പക്ഷെ എൻ്റെ ഇവിടുത്തെ വീട്ടിലത്തെ പണിയും പിള്ളേരെ സ്കൂളിൽ വിടലും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും പാലട പായസം പാക്ക് ചെയ്ത് ഫ്രണ്ടിലെത്തി. അപ്പോൾ ഞാൻ കഴിഞ്ഞ് ഇന്നിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഒരു ചേട്ടനപ്പോൾ ഒരു 10 ലിറ്റർ പാലട ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു വന്നു. അത് എനിക്കൊരു ഭാഗ്യമായി. അപ്പം ഞാൻ പറഞ്ഞ ഭാഗ്യം. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതൊക്കെ തോന്നുന്നു. രാവിലെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് പായസമൊക്കെ ഉണ്ടാക്കണേട്ടോ കടയിൽ. പായസം, പച്ചക്കറി, സദ്യ അങ്ങനത്തെ ഐറ്റംസൊക്കെ അച്ഛൻ്റെ ഒരു ഇതാണ്. അച്ഛനുണ്ടാക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ പോയപ്പോൾ അത് ഷൂട്ട് ചെയ്യാന്ന് വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായ ആകെ 5 ഇൻഗ്രീഡിയൻസ് മാത്രമേ പാലടയ്ക്ക് ഉള്ളൂ എന്ന്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽ ബട്ടണും ഒക്കെ ഒന്ന് ചെയ്ത് സഹായിക്കണേ. ഇതിപ്പോൾ ഞാൻ നേരെ വീടിൻ്റെ മുകളിലായിട്ട് ഇരിക്കണം, കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഫ്രണ്ടിൽ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഒരു പുതിയതെന്തോ കപ്പ, നമ്മുടെ അവിടെയൊക്കെ ചാലക്കുടി ഭാഗത്തൊക്കെ കൊള്ളി, അതൊക്കെയാണ് ഇപ്പോൾ നട്ടു വെക്കുന്നത് കേട്ടോ. ഇത് വാഴ, പടവലങ്ങ, കോവയ്ക്ക, എന്താ കൊള്ളി, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. നമുക്ക് കണ്ണിന് നല്ല കുളിർമുള്ള കാഴ്ച. രാവിലെ തന്നെ ഇട്ട് വരുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. കണ്ടോ, കൃഷി ചെയ്യണ ടൈമാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഇവിടെ പച്ചപ്പ് ഹരിതാപമായി നമുക്കിങ്ങനെ കണ്ട് നമ്മുടെ ഒരു ദിവസം നല്ലൊരു ദിവസമാക്കി പറ്റും. നോക്കത്താ ദൂരത്ത് നീണ്ടു വരുന്ന കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. പാലട പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ ആദ്യം തന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയട്ടെ. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അടി പിടിച്ച് ആകെ മോശമായിരിക്കും. നല്ല ഇല്ലയിൽ ഏറ്റവും കട്ടിയുള്ള പാത്രം എടുത്ത് വയ്ക്കണം. നല്ലത്, ഏറ്റവും കൂടുതൽ നല്ലത് ഉരുളിയാണ് കേട്ടോ. ഉരുളിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കണ വീഡിയോ എന്ന് പറയുന്നത് 10 ലിറ്റർ പായസത്തിൻ്റെ കേട്ടോ. നമുക്ക് അപ്പോൾ പെട്ടെന്ന് വന്നത് 10 ലിറ്റർ പായസത്തിൻ്റെ ഓർഡറായിരുന്നു. 10 ലിറ്റർ പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 60 ആൾക്ക് കുടിക്കാനുള്ളതുണ്ട് കേട്ടോ. 10 ലിറ്റർ പായസം, 1 ലിറ്റർ പായസം 6 ആൾക്ക്, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോലെയല്ലോ. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് നല്ല നല്ലതാണ്. അപ്പോൾ 10 ലിറ്റർ പായസത്തിന് വേണ്ടത് 10 ലിറ്റർ പാല്. അപ്പോൾ നിങ്ങൾക്ക് അടപ്പായസം 10 ലിറ്റർ ശരിക്കും കുറുകി വരും, കുറയില്ലേ? പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ അളവാണ് പറഞ്ഞാൽ 10 ലിറ്റർ, അതിൽ 1 ലിറ്റർ അട ഇടും. അപ്പോൾ 10 ലിറ്റർ പാലും 1 ലിറ്റർ അടയും. പിന്നെ ഇങ്ങനെ ഒരു അരമണിക്കൂർ 35-40-45 മിനിറ്റ് സമയം ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കുറുകി നമ്മൾ അതിൻ്റെ ഇടയിൽ പാലട അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മാറി പോകാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ ഇളക്കി അത് അടിയിലൊന്നും പിടിക്കാണ്ട് കറക്റ്റായിട്ട് നല്ല ഇതിലിളക്കി നമുക്ക് ആ അടയുടെ വേവും പാലിൻ്റെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പാൽ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ നമുക്കിങ്ങനെ തുള്ളിയിട്ട് ഇങ്ങനെ ഇതായിട്ട് വീഴും. ഓർഡർ വന്ന് ഞാൻ ഫോണും കൊണ്ട് ചെന്നപ്പോഴേക്കും അച്ഛൻ്റെ അവിടെ അടുപ്പത്ത് ഉരുളി കയറ്റി. ഉരുളി ചൂടായി, അതിലേക്ക് നെയ്യ് ഒഴിച്ചു പഞ്ചസാര ഇട്ടു. പഞ്ചസാര നമുക്ക് 10 ലിറ്ററിന് പായസത്തിന് ആകെ 2 കിലോ പഞ്ചസാര മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ പഞ്ചസാര ഇട്ടില്ല, കുറച്ച് പഞ്ചസാര, അതായത് പകുതിയോളം പഞ്ചസാര അതിലിട്ടിട്ട് ഈ നെയ്യിൻ്റെ ഒപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചസാര ശരിക്കും ക്യാരമലൈസേഷൻ ഇല്ലേ, ആ ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ലോണം മിക്സ് ആവട്ടെ. ഈ ഇരിക്കുന്നതാണ് കേട്ടോ അട നമ്മൾ വേവിക്കാൻ വെച്ചു.
നമ്മൾ വീട്ടിൽ കുറച്ചായിട്ടൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഇത്തിരി 1 കിലോ അടയുണ്ട്. അപ്പോൾ പിന്നെ കുക്കറിനേലും അവർക്ക് എളുപ്പം ഇങ്ങനത്തെ ഇതായതുകൊണ്ട് തുറന്ന് വെച്ച് വേവിക്കണമെന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് പാകവും അറിയാൻ പറ്റും, വെന്ത് കുഴയില്ല. അങ്ങനെ ദേ നമ്മുടെ ഷുഗർ നല്ല രീതിയിൽ നെയ്യുമായിട്ട് ഇങ്ങനെ കണ്ടോ, നല്ലോണം സിറപ്പായിട്ട് നല്ല കട്ടിയിലായി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ശരിക്കും പാലട പ്രഥമൻ്റെ കളറിൻ്റെ ഒരു സീക്രട്ട് ഇതാണ്. നമ്മൾ പാലട കഴിക്കുമ്പോൾ നമ്മുടെ സേമിയ പായസമൊക്കെ ഉള്ള പോലെ വെള്ള കളറിലല്ല ഉള്ളത്. അതിൻ്റെ ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെയിൻ ഘടകം ഇതാണ്. പിന്നെ അട നല്ല അടയായിരിക്കണം. പാലടയുടെ അടയുടെ ഒരു കളറും കൂടെ ഈ പാലട പ്രഥമൻ്റെ കളറിൽ ബാധിക്കും. അങ്ങനെ ദേ ഇത് നല്ല കറക്റ്റ് പാകമായിട്ട് വരണു. ഈ സമയത്ത് നമ്മളിത് ഇവിടെ വെച്ചിട്ട് വേറെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കുളമാവേ. പിന്നെ ഏറ്റവും മെയിൻ കാര്യം എപ്പോഴും ഉരുളി എടുക്കാൻ നോക്കുക. കാരണം അടി നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോവും. ഇതാ പാല് ഒഴിക്കാൻ സമയമായി. അച്ഛൻ പാൽ ഒഴിക്കാൻ പോവാം കേട്ടോ. 10 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ പാലൊഴിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കട്ട പിടിച്ച് സൈഡിലിരിക്കും, നമ്മുടെ ഉരുളിയുമ്പോൾ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പാല് തിളയ്ക്കുന്നതിൻ്റെ ഒപ്പം അത് കട്ട വിട്ട് പാലിൻ്റെ ഒപ്പം ഡൈല്യൂട്ട് ആയിക്കോളും. അത് പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനത്തെ തീ കൂട്ടി ഇനി പാലൊഴിക്കാൻ പോവാം കേട്ടോ. അച്ഛൻ രാവിലെ തന്നെ ഒരു ട്രിപ്പ് പാലടയും ഗോതമ്പും പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് പോകാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ഓർഡർ വന്നത്. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറ്റില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് ഇപ്പോൾ രണ്ടാമത് എടുക്കുന്നത്. പക്ഷെ എനിക്കത് നന്നായി, എനിക്കിതിന് വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ദേ പാലൊഴിച്ച് പാല് നല്ലോണം ഇളക്കുക. അപ്പോൾ അടിയിൽ ശരിക്കും ആ ഷുഗർ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അത് പേടിക്കാനില്ല. അത് പാല് തിളയ്ക്കണതിൻ്റെ ഒപ്പം അത് വിട്ട് പായസത്തിൻ്റെ ഒപ്പം മിക്സ് ആയിക്കോളും. ഇനി ഇങ്ങനെ നല്ല പോലെ ഇളക്കലാണ് പാലടയുടെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഈ പാലടയുടെ ഈ ഒരു നമ്മൾ എത്രത്തോളം ഇളക്കി ഇതേ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ പാല് ശരിക്കും ഇങ്ങനെ സാധാ പാല് വീഴുന്ന പോലെയല്ല. ഇതിനെ നമ്മൾ പായസം ആവുമ്പോഴേക്കും ഇതിങ്ങനെ വീഴില്ല, തുള്ളിയായിട്ട് വീഴുള്ളൂ. അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ അടുപ്പ് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ പായസം അല്ലെങ്കിൽ വല്ലാണ്ട് കട്ടയായി പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയിലൊക്കെ സദ്യക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയിൽ ഒഴിച്ചിട്ടൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ വെള്ളം പോണ പോലെ ഒലിച്ചു പോകും. അങ്ങനെ ദേ അച്ഛനവിടെ അച്ഛൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നു. നമ്മളിത് നമ്മുടെ ഷോപ്പിൻ്റെ കിച്ചണിലല്ല കേട്ടോ പായസം ഉണ്ടാക്കണേ. കാരണം ഷോപ്പിൻ്റെ കിച്ചണിൽ അവിടെ നോൺ ഐറ്റംസ് അങ്ങനെ കടയിലേക്കുള്ള ഐറ്റംസ് ഉണ്ടാക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പായസവും ശർക്കര വരട്ടി സംഭവങ്ങളൊന്നും കൂട്ടി നമ്മൾ ഈ ഓർഡർ കൊടുക്കുമ്പോൾ ചിലവർ സദ്യയായിട്ട് നടത്താകുമ്പോൾ ഗണപതിക്ക് വെക്കണ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതും ഇതും കൂട്ടി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ വക സാധനങ്ങൾ പായസം അങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ കിച്ചണിലല്ല ചെയ്യണേ. നമ്മൾ വേറെ സ്ഥലത്താണ് ചെയ്യണത്. ഷോപ്പിൻ്റെ അടുത്ത് തന്നെ അതുമായിട്ട് കൂട്ടി തൊടാണ്ടാണ് കേട്ടോ ചെയ്യണേ. അല്ലെങ്കിൽ നോണും ഇതും ഒക്കെ കൂടെ ശരിയല്ലല്ലോ. അങ്ങനെ പാല് തിളച്ച് ഞാനൊരു 3/4 മണിക്കൂറോളം അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ 8 മിനിറ്റ് 9 മിനിറ്റ് കൊണ്ട് ഇവിടെ കാണിച്ചു തന്നെ. ആ സമയത്ത് ഒരു അബദ്ധം പറ്റി. അകത്ത് നല്ല ബിരിയാണിയുടെ മണം വരണ്ടേ അകത്ത് കിച്ചണിൽ നിന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴേക്കും അച്ഛൻ നമ്മൾ വേവിച്ച് വെച്ചേക്കണ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മാത്രമായിട്ട് ഇതിലേക്ക് എടുത്തിട്ടു കേട്ടോ. അത് കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അട ഇട്ടു. ഇനി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇനി ഈ പാലിൻ്റെ ഒപ്പം കിടന്ന് ഇങ്ങനെ വെന്ത് കുറുകി സെറ്റാവണം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും നമ്മളിപ്പോൾ ആകെ ഇതിലിട്ടേക്കണത് നമ്മൾ പഞ്ചസാര 2 കിലോ പഞ്ചസാര, നെയ്യ്, പിന്നെ 10 ലിറ്റർ പാല്, പിന്നെ 1 കിലോ
നല്ലോണം വേവിച്ച് ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ വേവാക്കുക. ആ വേവിച്ച അടയും കൂടിയാണ് ഇതിലിട്ടേക്കണത് കേട്ടോ. ഇനി ബാക്കിയുള്ള വേവ് ഈ പാലിൻ്റെ ഒപ്പം കിടന്ന് മിക്സായി വെന്ത് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഗ്രാം ഏലക്ക അത് നല്ല ഫൈനായിട്ട് പൊടിച്ച് അതിടും. ഇനി ഏലക്ക പൊടിക്കാനായിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഏലക്ക പൊടിക്കുമ്പോൾ എങ്ങനെ നമ്മളൊന്ന് പൊടിക്കാൻ നോക്കിയാൽ ഈ 50 ഗ്രാമൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ അത്ര ഫൈനായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഏലക്ക ഇടുന്നതിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈനായിട്ട് ഏലക്കാപ്പൊടി കിട്ടും. അപ്പോൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടല്ലോ, നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അളവിൽ ആവശ്യമുള്ള കാരണം കൊണ്ട് നമ്മളെപ്പോഴും ഏലക്ക പൊടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ദേ അങ്ങനെ പായസം കുറുകി തിളച്ച് നല്ല മണം വന്നു തുടങ്ങിയിട്ടോടെയൊക്കെ. ഏലക്കാപ്പൊടി അച്ഛൻ ഇട്ടിട്ടില്ല, പക്ഷെ എന്നാലും ഈ പാലിൻ്റെ അടയുടെയും നെയ്യിൻ്റെയും ഒക്കെ സ്മെല്ല് ശരിക്കും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ദേ നല്ല രീതിയിൽ ഇപ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. കാരണം ഇത് വേഗം നമുക്കിത് കറക്റ്റ് അളവിലാവണമല്ലോ. അപ്പോൾ അട ഒരുവിധം വേവ് കറക്റ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത്തിരി കുറച്ചൊന്ന് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ദേ കഴിയാറായി. അപ്പുറത്തെ അടുപ്പത്തിരിക്കുന്നത് ഗോതമ്പ് പായസം കേട്ടോ. അത് അച്ഛൻ ഉണ്ടാക്കി വെച്ച് പോവാൻ നിന്നപ്പോഴായിരുന്നു ഇപ്പോൾ ഈ ഓർഡർ വന്നത്. അപ്പോൾ പിന്നെ ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ദേ നമ്മുടെ പായസം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ ഒരു ടൈമിലാട്ടോ നമ്മൾ ഏലക്കപ്പൊടിയും കൂടെ അതിലിട്ട്, അതായത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണതിനൊരു കുറച്ച് മുന്നിട്ടാൽ മതി. അതിൻ്റെ സ്മെല്ലധികം തിളച്ച് പുറത്ത് പോകാണ്ട് നമ്മുടെ പായസത്തിന് തന്നെ കിട്ടാൻ പാകത്തിന്. വേറെ നമ്മൾ സാധാരണ പായസത്തിന് ഇടുന്ന പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും നെയ്യിൽ വറുത്ത് ഇതിലിടില്ല. നമ്മളൊന്നും ഇടാറില്ല. പാലട പായസത്തിൽ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. അണ്ടിപ്പരിപ്പിൻ്റെ ആവശ്യമില്ല, മുന്തിരിയുടെ ആവശ്യമില്ല. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. നമ്മൾ വയ്ക്കുമ്പോൾ അതില്ലാണ്ട് ഇത്രയും ഐറ്റംസ് മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെതാ പായസം ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ആയിട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട സമയം ആവാറായി. ഈ സമയത്ത് നമ്മൾ ആ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ സംഭവം. വലിയ അത്ര പാട് നമുക്കൊന്ന് ഉണ്ടാക്കണമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 60 ആൾക്കുള്ളതാണ് 10 ലിറ്റർ. അപ്പോൾ നിങ്ങൾ 30 ആളാണെന്നുണ്ടെങ്കിൽ 5 ലിറ്റർ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ അളവ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും നല്ല പാലട പ്രഥമൻ വീട്ടിലുണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ്, നല്ല നല്ല വീഡിയോസ്, കുക്കിംഗ് മാത്രമല്ല നമ്മുടെ ഡെയിലിയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.